ഹലോ ഗായ്സ്, അപ്പം രാവിലെ വന്നിട്ട് എൻ്റെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോഴാണ് ഇപ്പം നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിടുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. എന്നും ഡെയിലി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാണിക്കുന്നത്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല, ആകെ അവിടെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ വേഗം കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ അയക്കാനുള്ളതൊക്കെ വേഗം പേക്ക് ചെയ്യണം കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ പകുതി പണി കഴിഞ്ഞ ഒരു സമാധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനടുത്ത് വേഗം പേക്ക് ചെയ്യാണ്. പേക്ക് ചെയ്ത് അയക്കാനുള്ളത് അവിടെ മാറ്റി വെക്കുവാണ്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ വേറെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എല്ലാം പോകും. ചില ടൈമിൽ എനിക്ക് XL ഡബിൾ XL അത് മാറി അയച്ചു പോകും കേട്ടോ. അങ്ങനെ അയച്ചു പോയിട്ട് കസ്റ്റമർ നമ്മളോട് പറയും അത് എൻ്റെ അടുത്തും വരുന്ന തെറ്റ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് വൈകുന്നേരം വരെ ഇല്ല കേട്ടോ. ഉച്ചയായപ്പോഴേക്കും ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം വീട്ടിൽ പോയിട്ടുണ്ട്. ഇത് 11 മണിക്കൊക്കെ കുടിച്ചൊരു ചായയാണ്. ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്തുകൊണ്ടെടുത്തു, കുറച്ച് നേരം ഫോണൊക്കെ നോക്കി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഓരോ മെസ്സേജ് വായിക്കുകയാണ് കേട്ടോ. ചില ടൈമിൽ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോക്കുക. അങ്ങനെ ഇരിക്കുകയാണ്, ഫോൺ നോക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉച്ചയായപ്പോൾ വീട്ടിൽ പോയി. ഇത് പിറ്റേ ദിവസമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് വീണ്ടും ക്ലീൻ ചെയ്യലൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കൽ തന്നെയാണ്, സെയിം സംഭവം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം എല്ലാവരും ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം എൻ്റെ കൂടെ നമ്മുടെ അല്ലൂസുണ്ട്. അപ്പോൾ അവളുടെ വർത്താനം ഇടയ്ക്കൊക്കെ കേൾക്കാം കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വേഗം പിന്നെയും ഇതേപോലെ തന്നെ പേക്ക് ചെയ്യാനുള്ളതൊക്കെ പേക്ക് ചെയ്ത് മാറ്റി എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത പണി നോക്കാമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാം ഒന്ന് പേക്ക് ചെയ്ത് മാറ്റി എടുത്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ പേക്ക് ചെയ്തതിന് ശേഷം പിന്നെ അഡ്രസ്സൊക്കെ കറക്റ്റാക്കി എഴുതി എല്ലാം ഒരു 1-2 പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് അയക്കാറ് കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. അതിന് ശേഷം ഞാനെന്തുകൊണ്ട് എടുത്തു, പിന്നെ കുറച്ച് നമുക്ക് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി വെച്ച് പുതിയ വന്ന കളക്ഷൻ അതൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് മിയ വന്നിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാണ്ട് വേറൊന്നും ഉണ്ടെന്നൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് മിയ എൻ്റെ വീഡിയോ എടുത്തിട്ട് എന്നെ തന്നെ കൊണ്ട് കാണിച്ചു തരികയാണ്. എന്നിട്ട് അവളിരുന്ന് നല്ല ചിരിയാണ് കേട്ടോ, വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ചിരിക്കുകയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്കൂടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ നോക്കുന്നുണ്ട് വരുന്ന മെസ്സേജൊക്കെ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വലിയൊരു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം ഞാൻ എന്തെടുത്തു, ഫോണിൽ അവൾക്ക് ഫിലിം വെച്ച് കൊടുത്തു. ഞാനും കൂടി ഇരുന്ന് പ്രേത സിനിമ കണ്ടു. അപ്പോൾ ഞാനുള്ള ധൈര്യത്തിലാണ് അവളിരിക്കുന്നത്, അവളുള്ള ധൈര്യത്തിലാണ് ഞാനും ഇരിക്കുന്നത്. ഒന്നാമത് എനിക്ക് പ്രേത സിനിമ പേടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നനഞ്ഞ് കിടക്കുന്ന ആ ഒരു ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.